ഭാര്യയെ ഇംപ്രസ് ചെയ്യാൻ SP ആയി ചമഞ്ഞ ഭർത്താവ് ഭാര്യയുടെ കടയിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കണമെന്ന ഭീഷണിക്കോളും 51-കാരനെ കൈയോടെ പൊക്കി പോലീസ്. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നടന്ന സംഭവമാണ്. കരൺ കുമാർ സക്കൂജ എന്നാണ് അയാളുടെ പേര്. 51 വയസ്സുണ്ട് ഇയാൾക്ക്. ഈ ഭാര്യയ്ക്ക് മുന്നിലൊന്ന് സ്റ്റാറാകാൻ തിളങ്ങാൻ വേണ്ടി ചില വേറിട്ട വഴി ആലോചിച്ച് കുടുങ്ങിയതാണ് ചങ്ങാതി. ഗുരുഗ്രാമിലെ മെഗാ മാളിൽ അവിടെ ഈ ഭാര്യ ആയിട്ടുള്ള സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ പ്രതിയുടെ ഭാര്യയ്ക്ക് ഒരു ഷോറൂമുണ്ട്. ആ ഷോറൂമിലെ വൈദ്യുതി ആ മാളിലെ മാനേജ്മെൻറ്റ് അത് വിച്ഛേദിച്ചു കളഞ്ഞിരുന്നു. എന്തുകൊണ്ടോ ആ ഷോറൂമിൽ മാത്രം വൈദ്യുതിയില്ല. അപ്പോൾ വീണ്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാം എന്നുള്ള ഒരു ഉറപ്പ് ഭാര്യയ്ക്ക് നൽകി. അത് പാലിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇയാളുടെ പെടാപ്പാട് മുഴുവൻ. ഹിമാചൽ പ്രദേശ് പോലീസിലെ SP ചന്ദൻ സിംഗ് ആണെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആൾമാറാട്ടം. അങ്ങനെ DLF സെക്ടർ 29 പോലീസ് സ്റ്റേഷൻ, അതായത് ഈ മെഗാമാളിരിക്കുന്ന ആ പോലീസ് സ്റ്റേഷൻ പരിധി DLF സെക്ടർ 29 ആണ്. ആ പോലീസ് സ്റ്റേഷനിലെ SHOയെ ഔദ്യോഗിക ഫോൺ കണക്ഷനിലേക്ക് തന്നെ വിളിക്കുകയാണ് ഇയാൾ. എന്നിട്ട് പറയുന്നു, ഞാൻ ഇങ്ങനെ ഹിമാചലിലെ SP ആണ്, എൻ്റെ ഭാര്യയുടെ ഷോറൂമിൻ്റെ വൈദ്യുതി ഉടൻ തന്നെ റീകണക്ട് ചെയ്യണം. ഉത്തരവ് പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. ഈ സംശയം തോന്നിയ പോലീസ് അവിടെ ഒരു അന്വേഷണം നടത്തി. അങ്ങനെ അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമായി, ആ വിളിച്ചയാൾ വ്യാജ SP ആണെന്ന്. അങ്ങനെ അന്വേഷണം എവിടെ നിന്ന് ആ കോള് വന്നു എന്നുള്ളതിലേക്ക് എത്തി. ഏറ്റവും ഒടുവിൽ ഡൽഹി നബ്സറായ് സ്വദേശിയായിട്ടുള്ള കരൺ കുമാർ സക്കൂജ എന്ന ഈ പ്രതിയിലേക്ക് എത്തിച്ചു. അങ്ങനെയാണ് പോലീസിന് ബോധ്യപ്പെട്ടത് ഇത് കോള് വന്നത് ഡൽഹിയിൽ നിന്നാണ്. ഈ ഗുരുഗ്രാമിലെ ഈ ഗുഡ്ഗാവിലെ ഈ മെഗാമാളിലെ വൈദ്യുതി വിച്ഛേദിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു വ്യാജ പോലീസ് ചമയലായിരുന്നു എന്ന്. 29 DLF पुलिस स्टेशन में एक कॉल आया था SHO के सरकारी नंबर पे 25 तारीख को. तो उसमें अपने आप को उसने SP चंदन सिंह बताया, जो कि उसने बताया कि हिमाचल पुलिस में वो SP है और सीनियर IPS ऑफिसर है. तो उसने मेगा मॉल है, वहाँ पे कोई शॉप है जिसकी लाइट काटी हुई थी मैनेजमेंट ने. तो उसने उस लाइट को चालू कराने बारे SHO पे दबाव बनाया कि मैं ऐसे ऐसे हिमाचल पुलिस का IPS अधिकारी हूँ और ऐसे ऐसे शॉप है कोई जो कि मेगा मॉल में है बुटीक, उसकी लाइट चालू कराई जाए. और उसने काफ़ी उससे एक तड़ी में और अपने आप को एक ऑफिसर ट्रीट करा और बताया, जिसमें SHO को उस पर डाउट हुआ. और उसने मॉल में जाके जब इस चीज़ का पता कराया तो ये पता चला कि भी जो बुटीक है वो करण कुमार सकुजा नाम के व्यक्ति की वाइफ का बुटीक है. और जो कि करण कुमार जो सकुजा है, इसी ने फर्जी IPS बन के SHO के सरकारी नंबर पे कॉल किया. और ये बात सामने आने के बाद इसमें FIR लॉन्च करी, उसको गिरफ़्तार किया गया और अभी उसको जेल में भेज दिया गया है. ഹിമാചൽ പ്രദേശ് പോലീസിലെ SP ആയിട്ടുള്ള ചന്ദൻ സിംഗ് ആണെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ ഫോൺ കോൾ. നേരത്തെ സൂചിപ്പിച്ചല്ലോ. എന്താണെങ്കിലും ഉടൻ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്ന് ഉത്തരവിടുന്ന മട്ടിലായിരുന്നു ആ ഫോൺ കോൾ വന്നത്. ഈ DGPയുടെ പേരും, അതായത് ഹരിയാനയുടെ DGPയുടെ പേരും ഈ ഫോൺ കോളിനിടെ പരാമർശിച്ചു. അതായത് ഉന്നത ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. ഈ പ്രതിയുടെ അമിതാവേശവും സിനിമാ സ്റ്റൈലിലുള്ള ഡയലോഗടിയും ഒക്കെയാണ് ഇത് തിരിച്ചടിയായത് എന്നുള്ളതാണ് രസകരം. അന്വേഷണത്തിനായി ഗുരുഗ്രാമിലെ മെഗാമോളിലേക്ക് ആദ്യം ഈ ഒരു പോലീസ് സംഘത്തെ അയച്ചു SHO. അപ്പോൾ ഈ മെഗാമോളിലെത്തിയ പോലീസ് സംഘം, അന്വേഷണ സംഘം അവിടെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ എല്ലാം വ്യക്തമായി. ആ മോളിൽ ഒരു ബൊട്ടീക്കുണ്ട് ഈ പറയുന്ന ആളുടെ ഭാര്യയ്ക്ക് എന്നുള്ളത്. എന്തായാലും സൗത്ത് ഡൽഹിയിലെ നബ്സറായ് നിവാസിയായ കരൺ കുമാർ സുഗൂജയാണ് വിളിച്ചതെന്ന് തിരിച്ചറിഞ്ഞതോടെ ചോദ്യം ചെയ്യലായി. ഗുരുഗ്രാമിലെ മെഗാമാളിൽ തന്റെ ഭാര്യയ്ക്ക് കടയുണ്ടെന്ന് പ്രതി അങ്ങനെ സമ്മതിച്ചു. DLF സെക്ടർ 29 പോലീസ് സ്റ്റേഷനിൽ കേസും രജിസ്റ്റർ ചെയ്തു. ഉയർന്ന ഉദ്യോഗസ്ഥന്റെ പേര് അത് ദുരുപയോഗം ചെയ്തതിനാൽ കർശനമായിട്ടുള്ള നടപടി എടുക്കാൻ തന്നെയാണ് എന്നുള്ള പോലീസ് തീരുമാനം. എന്നുള്ള ഭാര്യയ്ക്ക് മുന്നിൽ ഹീറോ ആകാൻ ശ്രമിച്ചാണ് 51-കാരൻ ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുന്നത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.